റോണാപുരിയുടെ പ്രത്യക്ഷ ദൈവമായി വാഴ്ത്തപ്പെട്ടിരുന്ന ഭൈരതി രണകൾ CBI മുമ്പാകെ കീഴടങ്ങി. അനധികൃത ഖനനം, ഹവാല ഇടപാടുകൾ തുടങ്ങിയവയിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. പ്രതിഷേധാഗ്നിയിൽ ആളിക്കത്തിയ റോണാപുരിയിലെയും മറ്റു ജില്ലകളിലെയും സമാധാന അന്തരീക്ഷം നിലനിർത്തുവാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ വിഫലം. എന്താ സാറേ, ഇവന്റെ നെഞ്ചിലെ ടാച്ച് കൊണ്ട് ഞാൻ പേടിക്കണം? എന്റെ നെഞ്ചിൽ മാത്രമല്ല, നെഞ്ചിന്റെ ഉള്ളിലുണ്ട് സാറേ. വേണമെങ്കിൽ നിങ്ങളുടെ തോക്കിലുള്ള ബുള്ളറ്റിനോട് നോക്കാൻ പറ. പ്രകാശ്, ഞാൻ പറയുന്നത് വരെ ഒരു ആക്ഷനും എടുക്കരുത്. പുറത്തെ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് അവിടെ വരെ വന്നാൽ സർക്കാരിന് രാവണനായിട്ടുള്ള രണകലിന്റെ കഥ റോണാപുര എന്നൊരു കൊച്ചു ഗ്രാമത്തിലെ ഒരു സാധാരണ വ്യക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്തൊരു നാടാ ഇത്! അവിടെ നമ്മൾ തീയണയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെയുള്ള ആളുകൾ വെള്ളത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ പരാക്രമം കാണിക്കുന്നു.
കുറച്ച് ശമ്പളം നേരെ എന്റെ കയ്യിലേക്കാ കൊണ്ടു തരുന്നത്. അത് ഞാൻ വിശ്വസിച്ച് നിന്റെ കയ്യിലേക്ക് കൊണ്ടു തരുന്നു. പക്ഷെ പലിശ പല തവണയായിട്ട് നീ മുടക്കുന്നു. പ്രോപ്പർട്ടി പേപ്പേഴ്സ് എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം നീ മറക്കണ്ട. ഞാനിപ്പോ ഫോൺ വെക്കുക. അവിടെ അങ്ങനെ വെച്ചിട്ട് പോടാ. വേഗം പോയി ഉള്ളി മേടിച്ചോണ്ട് പോടാ. സാറേ എപ്പോ നോക്കിയാലും ഈ ഓഫീസ് ടേബിൾ ഡൈനിങ് ടേബിൾ തന്നെയാണ്. എന്താടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ കാര്യം ഓർത്തൊന്നും വിഷമിക്കണ്ടെന്നേ. അളിയന്റെ പ്രൊമോഷന്റെ കാര്യം ഞാൻ ഏറ്റു. അളിയനോട് പറഞ്ഞേക്ക് പൈസ ഒക്കെ റെഡിയാക്കി വെച്ചേക്ക്. തിന്നോണ്ടിരിക്കുമ്പോ കയറി വന്നോളൂ. ഇത്രയും നാൾ ഇവന്റെ തന്തയെ കൊണ്ടായിരുന്നു, ഇപ്പൊ ഇവനെ കൊണ്ടായി ശല്യം. ചെറിയ പിള്ളേരൊക്കെ കയറി ഗവൺമെന്റ് ഓഫീസിൽ പരാതി കൊടുക്കാൻ തുടങ്ങി. ഒരാൾക്ക് കൊടുത്താൽ ശരിയാവില്ലെന്ന് വിചാരിച്ച അവൻ നോട്ടീസ് പോലെ എല്ലാവർക്കും വിതരണം ചെയ്തോണ്ടിരിക്കുക. അച്ഛാ, ഞാൻ കുറെ നാളായിട്ട് കാണുന്നു ഇങ്ങനെ പരാതി എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്നാ വെള്ളം മാത്രം കിട്ടുന്നില്ല. വെറും ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ വെള്ളം കിട്ടണമെന്ന് എഴുതി കൊടുത്താ വെള്ളം കിട്ടുമോ അച്ഛാ? പ്രാർത്ഥനയുടെ രൂപത്തിൽ നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമല്ലോ. അതുപോലെ ഇങ്ങനെ പരാതിയുടെ രൂപത്തിൽ സർക്കാരിനോട് ചോദിക്കുന്നു. ഇതിനെ അപേക്ഷ കത്തെന്നാ പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ സർക്കാർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാതിരിക്കില്ല. എടാ പെട്ടെന്ന് എങ്ങനെ ഈ ഓഫീസ് കാര്യമായത്? ഒരു നിമിഷം ഒന്ന് നിക്ക്. നീ എന്തിനാ പൂട്ടി താക്കോലെടുത്ത്? ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് പരിഹരിക്കുന്നവരെ ആരും അകത്ത് പോകാൻ സമ്മതിക്കില്ല. രണകൽ, നീ ചെയ്ത കുറ്റം നീ സമ്മതിക്കുന്നുണ്ടോ? കുറ്റം ചെയ്തത് ഞാനല്ല മാഡം, അവരാ. അതിനാ ടേബിളിന് പുറത്തുള്ള പരാതിയാ സാക്ഷി. വെള്ളം വേണമെന്നല്ല, ബോംബ് ഇടുമെന്ന് തന്നെയാ അതിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. അവര് കറക്റ്റായി ഡ്യൂട്ടി ചെയ്യുന്നവരായിരുന്നെങ്കിൽ ഒരാളെങ്കിലും ആ പരാതി നോക്കുമായിരുന്നു. അവരുടെ ജീവന് പോലും അവർ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ വെള്ളം കിട്ടാതെ മരിക്കുന്ന ജീവന് അവരെങ്ങനെ വില കൽപ്പിക്കും? അതുകൊണ്ട് അങ്ങനെ ചെയ്തേ.
സർക്കാർ ഓഫീസിന് ബോംബിട്ട് 6 പേരുടെ മരണത്തിനിടയാക്കിയ രണകൾ സമൂഹത്തിന് ഒരിക്കലും ഒരു മാതൃകയാകാതിരിക്കാൻ വേണ്ടി 21 വർഷത്തെ തടവിന് കോടതി വിധിക്കുന്നു. രണകലിൻ്റേതൊരു സ്പെഷ്യൽ കേസായി പരിഗണിച്ചിരുന്നതിനാൽ മറ്റു കുട്ടികൾ ആരും അവനോട് അടുത്തിരുന്നില്ല. പക്ഷേ രണകൽ പുസ്തകങ്ങളുമായി ഒരുപാട് കൂട്ടുകൂടാൻ തുടങ്ങി. അവന്റെ അനിയത്തി ഏട്ടന്റെ ഓർമ്മകളുമായി കരഞ്ഞു കാത്തിരുന്നു. എല്ലാ വർഷവും രാഖി ഉത്സവത്തിന് അവൾ ഏട്ടന് വേണ്ടി രാഖി സൂക്ഷിച്ചു വെച്ചു. റോണാപുരയിൽ വെള്ളം എത്തിക്കാനായി സർക്കാർ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് അവിടെ അയണോറുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. സർക്കാരിന്റെ കണ്ണു വെട്ടിച്ച് അവിടെ ഇല്ലീഗൽ മൈനിംഗ് തുടങ്ങി. സ്റ്റീൽ പ്ലാന്റുകൾ ഉയർന്നു പൊങ്ങി. തരിശുഭൂമിയായി കിടന്നിരുന്ന റോണാപുര വർഷങ്ങൾക്ക് ശേഷം പൊന്നു വിളയുന്ന മണ്ണായി മാറി. നിങ്ങളെ സാറ് വിളിക്കുന്നുണ്ട്. രണകൽ, സിറ്റ്. നീ ഇന്ന് റിലീസാവുമല്ലേ? അതുകൊണ്ട് എന്റെ വകയായിട്ട് ഒരു സ്മോൾ ഗിഫ്റ്റ്. സൊസൈറ്റിക്ക് ഒരു ബാഡ് എക്സാമ്പിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ഇത്ര നാളെ ശിക്ഷ അനുഭവിച്ചു. പക്ഷെ നീ ജയിലിനുള്ളിൽ നിന്ന് തന്നെ പഠിച്ച് മറ്റുള്ളവർക്കൊരു നല്ല എക്സാമ്പിൾ ആയിട്ട് മാറിയിരിക്കുന്നു. അതിന് ഇത് എന്റെ പരിചയത്തിൽ നല്ല ചില സീനിയർ ലോയേഴ്സ് ഉണ്ട്. നിനക്ക് അവരുടെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. താങ്ക്സ് ഫോർ യുവർ കൺസേൺ സാർ. പക്ഷേ ഞാൻ ഇനിയുള്ള ജീവിതം റോണാപുരയിൽ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ ബിഗിനിങ്. താങ്ക് യു സാർ. ശബരി ചെയ്യാത്തൊരു മർഡർ കേസിൽ ജയിലിലായി. എന്നാൽ രണകൽ ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അയാളെ പുറത്തിറക്കുകയും തന്റെ വല്യച്ഛൻ നടത്തിയിരുന്ന സ്ക്രാപ്പ് ബിസിനസ്സിൽ അയാളെ പങ്കാളിയാക്കുകയും ചെയ്തു.
ജയപാൽ എന്നാ പേര്. വേദവതിയും ഇവനും കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഇഷ്ടത്തിലായിരുന്നു. ജർമ്മനിയിലൊരു മെഡിസിൻ കമ്പനിയിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്. നീ പുറത്തു വന്ന ശേഷം നിന്റെ സമ്മതത്തോടെ കല്യാണം നടത്താനായിരുന്നു അവളുടെ ആഗ്രഹം. ഇതിന്റെ തീരുമാനം അറിയാൻ അവനവിടെ കാത്തിരിക്കുക. രണകലിന് വേദവതിയെ വിദേശത്തേക്ക് വിവാഹം കഴിച്ചയക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അനിയത്തിയെ അവൻ അത്രയേറെ സ്നേഹിച്ചിരുന്നതിനാൽ വിവാഹത്തിന് സമ്മതിച്ചു. അണ്ണൻ പറയുകയാണെങ്കിൽ ലോയർ ഓഫീസിന് നമുക്ക് നല്ലൊരു സ്ഥലം നോക്കായിരുന്നു. വേറെ സ്ഥലമൊന്നും അന്വേഷിക്കണ്ട, എനിക്ക് ആ കാണുന്ന സ്റ്റോർ റൂം മതി. വരുളിടാനരികത്തു നീ വന്നിതാ, ജനവിവരയും പലകെടുതിയിൽ കരകേറ്റുമേ നീയിതാ. ഇവനോ ഇതാണ് സിംഗ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്ക്രാപ്പെല്ലാം ഇവിടേക്ക് കൊണ്ടുവരുന്ന ഇവനാ. ചിറകിനാൽ പൊതിയുമേ അവസരേ ഇനി ഇവൻ ഞണയുമേ അരികിലായി നൊടികളിൽ ഇനി ഇവൻ നീ ഇനി നിയതിയായി ജനതയിൽ ഒരു പുതുപുലരിയിൽ വഴികാട്ടിടുമീശനായി വിനകളെ നേരിടാൻ ജനബന്ധുവായി പരസിന്ധുവായി നീ മാറ്റി നാടിൻ വിധി. കഥനങ്ങളിൽ ഹൃദയങ്ങളിൽ അലിവേകിടും വാരിധി ഇവനോ. നമസ്കാരം മാഡം. നമസ്കാരം. ഹലോ, മനസാക്ഷിയില്ലേ നിങ്ങൾക്ക്? ബില്ലടയ്ക്കാൻ 500 കുറവുണ്ടെന്ന് കരുതി വാച്ച് കോരി വാങ്ങിക്കാ? മാഡം, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇത് രണകലിന്റെ വാച്ചാ. ബില്ലടയ്ക്കാൻ കഴിയാത്തവര് ഈ വാച്ച് ഇവിടെ തന്നിട്ടാ പോകുന്നത്. അത് കഴിഞ്ഞ് രണകലിന്റെ ആൾക്കാർ വന്ന് ബില്ലും ക്ലിയർ ചെയ്ത് വാച്ച് തിരികെ വാങ്ങിക്കൊണ്ട് പോകും. ഇതിവിടെ ഹോസ്പിറ്റലെന്ന് മാത്രമല്ല, ഈ റോണാപുരയിലുള്ള എല്ലാവരുടെയും ടൈം ഇതിനുള്ളിലാണ്. നമസ്കാരം. നമസ്കാരം, ഇരിക്കൂ. പറയൂ. അത്
ഈ വാച്ച് തരാൻ വേണ്ടി ഞാൻ വന്നത്. നിങ്ങള് ഡോക്ടർ വൈശാലി, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പുതുതായിട്ട് ജോയിൻ ചെയ്താ. ഓ, ഇതിപ്പോ നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? ആരുടെയെങ്കിലും കയ്യില് കൊടുത്തു വിട്ടാ പോരായിരുന്നു? അത് കുഴപ്പമില്ല, വേറെ ആരുടെങ്കിലും കൈ കൊടുത്ത് മിസ്യൂസ് ചെയ്യണ്ടെന്ന് കരുതിട്ടാ. മിസ്യൂസ് ആവില്ല. ഇതിന്റെ വാല്യൂ എന്നേക്കാൾ ഉപരി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. സർജറി എങ്ങനെ ഉണ്ടായിരുന്നു? ഷീ ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. താങ്ക് ഗോഡ്. ഇങ്ങനൊരു സ്ഥലത്ത് ഒരു ലോയർ ഓഫീസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ലോയർക്ക് സ്ഥലത്തേക്കാൾ ഉപരി വരുന്ന കേസുകളല്ലേ മുഖ്യം. എനിവേ, താങ്ക് യു. നിങ്ങൾ ഡിമാൻഡ് ചെയ്തോണ്ട് എന്നെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തേ. നോ, ഐ ഷുഡ് താങ്ക് യു. നിങ്ങളെ പോലുള്ളവർ ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് സേവനം ചെയ്യുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു. ശരി, ഞാൻ വരട്ടെ. നൈസ് മീറ്റിംഗ് യു. ഓക്കെ, താങ്ക് യു. ഇനി മുതലേ ഹോസ്പിറ്റലിലേക്ക് വാച്ച് ഒന്നും കൊടുത്തു വിടണ്ട. നിങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ മതി. നമസ്കാരം സാർ, എൻ്റെ പേര് ഭരതൻ എന്നാ. ഇരിക്കെ. താങ്ക് യു സാർ. പരാണ്ടെ സ്റ്റീൽസിൽ ഞാൻ 12 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഫാക്ടറിയിൽ റോണാപുരയിലുള്ള 2000-ഓളം പേര് ജോലി ചെയ്യുന്നുണ്ട് സാർ. പക്ഷെ അവർക്ക് അവിടെ ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഒന്നും കിട്ടുന്നില്ല സാർ. ബോണസ് ഇല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, മേജറായിട്ട് പറഞ്ഞാൽ വർക്കേഴ്സിന് സേഫ്റ്റി മെഷേഴ്സും ഇല്ല. കഴിഞ്ഞ മാസം പ്ലാന്റിൽ വെച്ച ഒരാൾക്ക് കാലിന് അപകടം പറ്റി. 4 ആഴ്ച ലീവ് എടുത്തതിന് അവനെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു. കാലില്ലാത്തവന് വേറെന്ത് ജോലി കിട്ടുമെന്ന് പേടിച്ച് അവൻ ആത്മഹത്യ ചെയ്തു സാർ. കമ്പനി വർക്കേഴ്സിന് ക്വാർട്ടേഴ്സിന് പകരം ഷെഡാണ് സാർ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു സൗകര്യങ്ങളും ഇല്ല സാർ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ യൂണിയനാണ് ഒരേ ഒരു പരിഹാരമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുവേണ്ടി കമ്പനിയിലുള്ള 30% ലേബേഴ്സിനെ കൊണ്ട് സമ്മതിപ്പിച്ച് സൈൻ വാങ്ങിച്ചിട്ട് യൂണിയൻ ഫോർമേഷന് വേണ്ടി പ്ലാൻ ഹെഡ് കണ്ടറെ കണ്ട് ഡിമാൻഡ് ചെയ്തു സാർ. പരാണ്ടെ കമ്പനിയുടെ റൂൾസിനെ മറികടന്ന് ഇത്രയും പേർ സൈൻ ചെയ്തെന്ന് ആര് വിശ്വസിക്കാനാ? യൂണിയൻ ലീഡർ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നീ തന്നെ സൈൻ ചെയ്തതല്ലേ സാർ? അതെല്ലാം വർക്കേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചതാ. ഇതെങ്ങനെ വിശ്വസിക്കും? നാളെ ലഞ്ച് ടൈമിൽ ഞാൻ പ്ലാനിലേക്ക് വരുന്നുണ്ട്. എന്റെ കൺമുമ്പിൽ വെച്ച് സൈൻ ചെയ്താൽ ഞാൻ വിശ്വസിക്കാം. അടുത്ത ദിവസം കണ്ടറെ പറഞ്ഞതുപോലെ അവരുടെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്യാൻ തയ്യാറായി സാർ. കമ്പനിയിൽ യൂണിയനല്ല, ലേബേഴ്സിന് ഭയമാണ് ആവശ്യം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് കട്ടാവാൻ പോകുന്നത് നിന്റെ തലയാണ്. കമ്പനിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരെ അടിച്ചമർത്താൻ അവർ ഗട്ടയെ ഏർപ്പാടാക്കി. ഗട്ട ആദ്യം പരാണ്ടെ മൈൻസിലെ ഇൻചാർജ് ആയിരുന്നു. എല്ലാരെയും അവൻ കൺട്രോൾ ചെയ്തിരുന്നു. ആരും ശമ്പളം ചോദിക്കാൻ പാടില്ല, ജോലി നിർത്താനും പാടില്ല. അവന്റെ കൈകൊണ്ട് ഒരുപാട് പേർക്ക് കൈകാലുകൾ നഷ്ടപ്പെട്ടപ്പോൾ കുറെ പേർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. സൈക്കോ ആണ് സാർ അവൻ. കൈ നഷ്ടപ്പെട്ട ലേബറിനെ ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ട് പ്ലാന്റിൽ അവൻ ഗ്യാങ്ങിന്റെ കൂടെ കൂത്താടി. സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് അവർ വാങ്ങിയില്ല. പല ലോയേഴ്സിനെ കണ്ടെങ്കിലും കേസെടുക്കാൻ അവരും തയ്യാറായില്ല. അതുകൊണ്ടാണ് സാർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞങ്ങളെ സഹായിക്കണം സാർ. രണകൽ വരദനോട് വീണ്ടും ഒരു തവണ കൂടി വർക്കേഴ്സിന്റെ സൈൻ വാങ്ങാൻ പറഞ്ഞു. അത് കണ്ട്രയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല.
വാറന്റ് ഇഷ്യൂ ആയിട്ടുണ്ട് സാർ. നിങ്ങളുടെ പേരിൽ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ആയിട്ടുണ്ട് സാർ. അറസ്റ്റാ? വാറന്റാ? എനിക്കാ? കാശ് കാണുമ്പോ വാലാട്ടുന്ന നായ ഇപ്പൊ നിയമത്തെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയോ? എന്ത് തെളിവിന്റെ പേരിലെ ഇവനെ അറസ്റ്റ് ചെയ്യുന്നേ? ലേബേഴ്സിനെ ക്രൂരമായി ആക്രമിച്ചതിന് സെക്ഷൻ 504 പ്രകാരം ഒരു കേസ്. ഹാംഫുൾ വെപ്പൺസ് പബ്ലിക്കായി യൂസ് ചെയ്തതിന് സെക്ഷൻ 399 റീഡ് വിത്ത് 402 പ്രകാരം ഒരു കേസ്. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ലേബറിന്റെ കൈവെട്ടിയതിന് സെക്ഷൻ 324 പ്രകാരം ഒരു കേസ്. മൊത്തം 3 കേസ് ഫയലായിട്ടുണ്ട് സാർ. ഈ 3 കേസ് ഫയൽ ചെയ്തതിനു ശേഷവും അവൻ പുറത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു കേസ് കൂടി കൊടുക്കേണ്ടി വരും. നീ ഇവിടുന്ന് പുറത്തു പോയാലല്ലേ ഞാൻ അകത്തു പോകേണ്ടി വരിക. എല്ലാവനെ ഇവിടെ വെച്ച് തന്നെ തീർക്കും ഞാൻ. അതിന് സാക്ഷി ആരുണ്ട്? നീ തന്നെ. പ്രൂഫ് ഇതിലുണ്ട്. ഇവിടെ നടന്നതെല്ലാം ഓൾറെഡി റെക്കോർഡായിട്ടുണ്ട്. ആരെ കണ്ടോണ്ടാടാ ഈ ധൈര്യം? കേട്ടാ? ഇപ്പൊ ഒന്നും വേണ്ട. കാര്യം കൈവിട്ടു പോയാൽ അത് കുഴപ്പമാവും. എതിർക്കണ്ട, അറസ്റ്റ് ചെയ്തോട്ടെ. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും യൂണിഫോം ഉണ്ട്. ഇവനൊരാൾക്കൊഴികെ. ഇതാ കൊണ്ടുപോയിട്ടൂടെ. നിങ്ങളുടെ കൺമുമ്പിൽ മാത്രമല്ല, നിയമത്തിന്റെ മുമ്പിലും സൈൻ ചെയ്ത പേപ്പേഴ്സ്. വേഗം എടുക്ക. ഒന്ന് വേഗം താ. ചേഞ്ചില്ല, അതായത് വെച്ചു. അവിടെ ഏതാ? ഹായ്. ഹലോ. അത് ചേഞ്ച് ഇല്ലാത്തോണ്ട് അവര് പെട്ടെന്ന് എടുത്തെന്നാ. ഇത്രയും ബുക്സ് വായിക്കാനുള്ള ടൈമുണ്ടോ? ആ, ടൈമില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി വായിക്കും. വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം. ഗുഡ് ഹാബിറ്റ്. നിങ്ങളുടെ പർച്ചേസ് ഒന്നും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. സാധാരണ ഒരു ഡോക്ടറെ പോലെ അല്ലാതെ എല്ലാവരെയും ഫാമിലി മെമ്പേഴ്സിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നതിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഒത്തിരി നന്ദിയുണ്ട്. എന്റെ അമ്മയ്ക്ക് ഞാൻ ഡോക്ടർ ആവുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. ജനനം, മരണം, രക്തം, ഇതിന്റെ ഇടയിൽ വേണ്ടേ ജീവിക്കാൻ. അന്നേരം എന്നെ സപ്പോർട്ട് ചെയ്ത് മുഴുവൻ അച്ഛനാ. എന്റെ കൈകൊണ്ട് ഒരുപാട് പേരുടെ ജീവന് സഹായമാകുമ്പോ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നാറുണ്ട്. ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് മാത്രമാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. എന്ന് നിങ്ങളോ? വെറും കേസുകൾ മാത്രമല്ല, ആര് സഹായം ചോദിച്ചു വന്നാലും അവരെ കൈവിടാറില്ല. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. അവരാരും എനിക്ക് അന്യരായിട്ട് തോന്നിയിട്ടില്ല. ഇത് സഹായം എന്നതിലുപരി ഈ നാട്ടുകാരനായ എന്റെ കടമയാണെന്ന വിശ്വാസം. താങ്ക് യു ഫോർ ദ ഡ്രോപ്പ്.
കോഫി? നെക്സ്റ്റ് ടൈം ആവട്ടെ. യൂണിയൻ വിഷയത്തിൽ കണ്ട്രെ ആകെ അസ്വസ്ഥനായിരുന്നു. കാരണം പറാണ്ടെ. സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ അവൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിന് മുന്നിൽ ഒരുപാട് മറ്റു കമ്പനികൾ തകർന്നടിഞ്ഞു. അവന്റെ കമ്പനികളിൽ വർക്കേഴ്സ് മാത്രമുണ്ടായാൽ മതി. അവർക്കായി ഒരു യൂണിയൻ ഉണ്ടാകരുത് എന്നതാണ് അവന്റെ നയം. കിട്ടിയേ തീരൂ. വേണം വേണം. ധിക്കാരം ധിക്കാരം. എവിടം വരെയും പോരാടും. സാർ, സ്ട്രൈക്കിന്റെ കാര്യം പറഞ്ഞ് ബോസ് റോണാപുരയിൽ എത്തിയിട്ടുണ്ട്. വേണം വേണം. വേണം വേണം. ധിക്കാരം ധിക്കാരം. എവിടം വരെയും പോരാടും. വേണം വേണം. വേണം വേണം. ധിക്കാരം ധിക്കാരം. എവിടം വരെയും പോരാടും. ധിക്കാരം ധിക്കാരം. എവിടം വരെയും പോരാടും. കമ്പനി റൂൾസ് പ്രകാരം യൂണിയൻ തുടങ്ങാൻ സമ്മതിക്കാത്തതിനാണ് സാർ ഇവർ ഈ സമരം ചെയ്യുന്നത്. ഉണ്ടച്ചോറിന് നന്ദിയില്ല ഈ നായ്ക്കൾക്ക്. ഘട്ടയുള്ളപ്പോൾ എല്ലാം കൺട്രോളിലായിരുന്നു സാർ. എന്നാൽ രണകൽ എന്നൊരുത്തൻ അവനെ അറസ്റ്റ് ചെയ്യിച്ചു. ജയിലിലിരുന്ന് പഠിച്ചിട്ട് ആക്രിക്കടയിൽ നിന്ന് നമ്മളെ ടാർഗറ്റ് ചെയ്യാവൻ. 12-ാം വയസ്സിൽ ഗവൺമെന്റ് ഓഫീസിന് ബോംബിട്ടവനാ. അവൻ കാരണം അത്ര ഈ നാട്ടിൽ വെള്ളം എത്തിയത്. അങ്ങനെ അവനുണ്ടാക്കിയ മണ്ണിലാണ് സാർ നിങ്ങൾ സാമ്രാജ്യം കെട്ടിയത്. അടുത്ത ബിൽഡിംഗ് തേനീച്ചക്കൂറുണ്ട് സാർ. ഇപ്പൊ തന്നെ നശിപ്പിച്ചേക്കാം. കൊമ്പൊടിഞ്ഞാൽ പിന്നെ തേൻ കുടിക്കാൻ പറ്റില്ലെന്നറിയാമെങ്കിലും ഇതുപോലെ ആരെങ്കിലും കടിച്ച് ചാവുന്നു. ഒരു തേൻ കൂട് നശിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല. അറ്റ് ദ സെയിം ടൈം 2 കിലോമീറ്റർ ദൂരപരിധിയിൽ അവറ്റകൾക്ക് ഇനി തേൻ കിട്ടാനേ പാടില്ല. അവര് നമ്മളെല്ലാരും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടല്ലേ? മിഴിനിറയും കടലലയിൽ വഴിയറിയാതുലയുകയായി തുഴയെവിടെ കടലാസിൻ തോണികളെ. ഇരുളലിയും ചുഴിയിലൊരാൾ വന്നരികെ നായകനായി കനവുകൾ തൻ പുതുകിരണം തെളിയുകയായി. കനലുകളോ അണയുകയായി കഥനമിതാകലുകയായി. ഭയരഹിതൻ രണസൂര്യൻ ആരിവനോ. വ്യഥയുടെ മുൾപാതകളിൽ വിധീതിനെ എതിരിടുവാൻ ആഗതനായാണൊരുവൻ ആരിവനോ. കാവലിനായി കാവലിനായി വന്നരികെ ആരിവനോ.
വാദപ്രതിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ സമരത്തിന് മുൻപ് ചെയ്യേണ്ടിയിരുന്ന നിയമങ്ങളൊന്നും പാലിക്കാത്തതിനാൽ പരാൻഡെ സ്റ്റീൽസ് കമ്പനി നിരപരാധിയാണെന്ന് കോടതി സമക്ഷം തെളിഞ്ഞിരിക്കുന്നു. കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. പെട്ടെന്ന് 2000-ഓളം വർക്കേഴ്സിനെ പരാൻഡെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നിങ്ങളുടെ കമ്പനിയിൽ കുറച്ച് വർക്കേഴ്സിന് ജോലി കൊടുത്താൽ അതൊരു വലിയ സഹായമാകും. പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് ഉള്ള വർക്കേഴ്സിന് തന്നെ ഇപ്പോൾ ജോലി കുറവാ. സത്യം പറഞ്ഞാൽ കമ്പനി വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. സോറി. സൂചികളിൽ കനവിൻ നൂലിഴകൾ പതിയെ പതിയെ കോർക്കുകയാണിവൻ. മാരകമാ മനസ്സിൻ മുറിവുകളെ സ്നേഹമരുന്നാൽ പൊതിയുകയാണിവൻ. അന്ത്യമതാകിയൊരാത്മദളങ്ങളിൽ ജീവനദേകിയവൻ. ജനസേവകൻ ആരിവനോ കാവലിനായി കാവലിനായി വന്നരികെ ആരിവനോ കാവലിനായി കാവലിനായി നിന്നരികെ ആരിവനോ. വിറ്റ സ്ഥലം വീണ്ടും വിൽക്കാൻ വേണ്ടി പഴയ ആധാരം കൊണ്ട് വന്നിരിക്കുന്നു. മെനക്കെടുത്താതെ ഒന്ന് പോയ. മംഗളൂരു ഒരു പ്ലാന്റ് ഉണ്ട്, അവിടെ ഒന്ന് അപ്രോച്ച് ചെയ്താലൊന്നുണ്ട് സാർ. സാറേ, ഞങ്ങള് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാ സ്ഥലം വെക്കാനായിട്ട് ആധാരമൊക്കെ ആയിട്ട് പോയത് സാർ. മോടെ ഭാവിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പൊ അത് ഞങ്ങളുടെ പേരിലല്ലെന്നാ പറയുന്നേ. ശരി, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇനി മുതൽ ഞാൻ പറയാതെ നിങ്ങളെങ്ങും പോകരുത്. പോയി വല്ലതും കഴിക്കേ. വരട്ടെ സാറേ. വെറും ഒരാളുടെ സ്ഥലമല്ല, അവിടെയുള്ള എല്ലാ വർക്കേഴ്സിന്റെ സ്ഥലങ്ങളും പരാൻഡെ കമ്പനിയുടെ പേരിലാണെന്ന് രണകലിന് മനസ്സിലായി. അത് കേട്ട് എല്ലാവരും തകർന്നുപോയി. എങ്ങനെയും തങ്ങളുടെ സ്ഥലങ്ങൾ തിരികെ വാങ്ങിത്തരണമെന്ന് അവർ രണകലിനോട് അപേക്ഷിച്ചു. അതിൻ പ്രകാരം രണകൽ പരാൻഡെ കമ്പനിയിലേക്ക് ഒരു നോട്ടീസ് അയച്ചു. യുവർ ഓണർ, തങ്ങളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജീവനക്കാരിൽ ചിലർ അവരുടെ വസ്തുക്കളൊക്കെ വിറ്റിട്ട് അതുകൊണ്ട് ഇനിയുള്ള കാലം തള്ളി നീക്കാമെന്നിരിക്കെ പരാൻഡെ സ്റ്റീൽസ് ചെയ്ത ഒരു ലാൻഡ് സ്കാം പുറത്തു വന്നിരിക്കുകയാണ്. ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന 150-ൽ പരം ജീവനക്കാരുടെ വസ്തുക്കൾ അവര് പോലും അറിയാതെ ആ കമ്പനിയുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്നു യുവർ ഓണർ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കേഴ്സ് ലിസ്റ്റ് ആൻഡ് ലാൻഡ് ഡോക്യുമെന്റ്സ് എല്ലാം അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. ദയവായി അതൊന്ന് പരിശോധിക്കണം യുവർ ഓണർ. മിലോഡ്, ഇവിടെ റെനകൽ ഒരു ലോയറെ പോലെ അല്ലാതെ തന്റെ ക്രിമിനൽ മെന്റാലിറ്റിയുടെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ പേരിൽ ബേസ്ലെസ് അലിഗേഷൻസ് ആരോപിക്കുകയാണ്. മിലോഡ്, I would like to interrogate any two of the landowners with your permission. ചന്ദ്രപ്പ, വിരൂപക്ഷ, നിങ്ങളിൽ ചന്ദ്രപ്പ ആരാണ്? ഞാനാ സാറേ ചന്ദ്രപ്പ. നിങ്ങളാണ് വിരൂപാക്ഷ. അതെ സർ. ഓക്കെ. നിങ്ങൾ പരാൻഡെ സ്റ്റീൽസിന് നിങ്ങളുടെ വസ്തുക്കൾ വിറ്റിട്ടില്ല എന്നുള്ളതിന്റെ ഡിക്ലറേഷൻ ആണിത്. ഇതിലൊന്ന് സൈൻ ചെയ്യേ.
സർ, എന്റെ സ്ഥലത്തിന്റെ സർവേ നമ്പർ 357. ഇതിൽ 357 എന്നാണല്ലോ സർ. ഓക്കെ, നിങ്ങളുടെ ഞങ്ങളുടെ വക്കീലിനെ കാണിച്ചിട്ട് സൈൻ ഇടാം സാറേ. നോട്ട് ദിസ് പോയിന്റ് മൈ ലോർഡ്. ശരി, നിങ്ങൾക്ക് പോവാം. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിക്ലറേഷൻ ലെറ്ററിൽ സൈൻ ചെയ്യുന്നതുമായിട്ട് ഈ കേസിന് എന്ത് ബന്ധമാണുള്ളത്? ബന്ധമുണ്ട് മൈ ലോർഡ്. ഒരു പേപ്പറിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രപ്പ ഉടനെ തന്റെ ലോയറിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ വിരൂപാക്ഷ തന്റെ സർവേ നമ്പർ തെറ്റാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു. ഒരു പ്ലെയിൻ പേപ്പറിൽ സൈൻ ചെയ്യുന്നതിന് പോലും ഇത്ര ക്ലവർ ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്യുന്നതിന് മുമ്പ് അവരെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് അതിൽ സൈൻ ചെയ്തിട്ടുള്ളതെന്ന് പ്രൂവ് ആയിരിക്കണം മൈ ലോർഡ്. എല്ലാവരും SR വാല്യൂ പ്രകാരം പണം കൈപ്പറ്റി സ്വന്തം ഇഷ്ടപ്രകാരം സൈൻ ചെയ്തിരിക്കുന്ന ലാൻഡ് ഡോക്യുമെന്റ്സ്, സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ കോപ്പീസ് എല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ട് മൈ ലോർഡ്. രേണകൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. ഇത് 150-ൽ പരം വ്യക്തികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന കേസായതിനാൽ എന്റെ കക്ഷികൾ ആ ലാൻഡ് ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്തിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യിക്കാനായി എനിക്ക് കുറച്ച് കാലാവധി അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഐ ഒബ്ജക്ട് മൈ ലോർഡ്. ഒബ്ജക്ഷൻ ഓവർ റൂൾ. ലോയർ രണകലിന് കോടതി 2 ദിവസത്തെ സമയപരിധി അനുവദിച്ചുകൊണ്ട് ഈ കേസിന്റെ ഹിയറിംഗ് ഈ മാസം 28-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. പരാണ്ടയിൽ നിന്ന് കിട്ടിയ ആ പ്രഹരത്തിൽ റോണാപുരയാകെ വിറങ്ങലിച്ചുപോയി. ജനങ്ങൾക്ക് വരുമാനമില്ലാത്തതിനാൽ ഗുഡ്സ് ട്രെയിൻ കൊള്ളയടിക്കാൻ പോയി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്കിൾ, ഇവിടെ നല്ല തണുപ്പുണ്ടല്ലോ. ആ സെറ്റർ എന്തിനാ അവിടെ ഇട്ടേക്കുന്നേ? അതെടുത്ത് ഇട്. അത് തണുപ്പത്തിടാനുള്ളതല്ല, കോടതി പോകുമ്പോ ഇടാനുള്ളതാ. കോടതി എന്ന് വെച്ചാ അനീതി സംഭവിച്ചവർക്ക് നീതി കിട്ടുന്ന സ്ഥലം. അതെയോ അങ്കിൾ? എന്റെ അച്ഛൻ എന്റെ കൂടെ എന്നും കളിക്കുമായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോ പാട്ട് പാടി തരുമായിരുന്നു. ഇപ്പൊ എപ്പോ നോക്കുമ്പോഴും വിഷമിച്ചിരിക്കുക. ഞങ്ങൾക്ക് അനീതി സംഭവിച്ചുവെന്ന് പറഞ്ഞ് അമ്മയുടെ മുമ്പില് കരഞ്ഞോണ്ടിരിക്കുക. അങ്കിൾ, ഈ കോട്ട് ഇട്ടോണ്ട് എന്റെ അച്ഛന് നീതി വാങ്ങി കൊടുക്കുവോ പ്ലീസ്? കൊടുക്കാം. എന്ന് വെച്ചാ അപ്പൊ അച്ഛൻ എന്റെ കൂടെ പിന്നെയും കളിക്കുവോ? പാട്ട്? പാട്ടും പാടിത്തരും. പ്രോമിസ്? പ്രോമിസ്. താങ്ക് യു അങ്കിൾ. രണകൽ ലാൻഡ് കേസിൽ ബിസിയായിരിക്കുന്ന സമയത്ത് തന്നെ അനിയത്തിയുടെ വിവാഹ തീയതിയും അടുത്തു വന്നു. എന്നാൽ തന്നെ വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്കു വേണ്ടി അവൻ അവിടെ തന്നെ നിൽക്കേണ്ടതായി വന്നു. My lord,
രണകലിന്റെ പക്കൽ ആവശ്യത്തിന് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് വെറുതെ കോടതിയുടെ സമയം Excuse me, sir. Sorry for the delay, Your Honor. It's okay, Mr. Renagal. Thank you, Your Honor. Your Honor, എന്റെ കക്ഷിയായ ഹനുമന്ത് എന്ന വ്യക്തിയെ വിസ്തരിക്കുന്നതിനായി അനുമതി അപേക്ഷിക്കുന്നു. Permission granted. പരാൻഡെ കമ്പനിക്കാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹനുമന്തിന്റെ വസ്തുവിന്റെ ആധാരം ഒന്ന് പരിശോധിക്കണം, യുവർ ഓണർ. ആധാരപ്രകാരം ഹനുമന്ത് എന്ന വ്യക്തി 19/12/1992 ആണ്ടിൽ പരാൻഡെ കമ്പനിക്ക് ലാൻഡ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, യുവർ ഓണർ. ഒബ്ജക്ഷൻ മൈ ലോർഡ്. രണകൾ സാക്ഷി വിസ്തരിക്കാനെന്ന് പറഞ്ഞ് ഞാൻ തന്ന ഡോക്യുമെന്റ്സിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോ, യുവർ ഓണർ. അതേ 19-ാം തീയതി റോണാപുരയിൽ നിന്നും 370 കിലോമീറ്റർ ദൂരത്തുള്ള സടകേരി എന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഒരു സമൂഹ വിവാഹം നടന്നിരുന്നു. ഒബ്ജക്ഷൻ മൈ ലോർഡ്. എവിടെയോ നടന്ന സമൂഹ വിവാഹത്തിനും ഈ കേസിനും തമ്മിൽ എന്ത് ബന്ധമാണ്? ബന്ധമുണ്ട്, യുവർ ഓണർ. അതേ സമൂഹ വിവാഹത്തിൽ ലാൻഡ് രജിസ്റ്റർ ചെയ്തു കൊടുത്തിട്ടുള്ള ഈ ഹനുമന്തിന്റെ വിവാഹവും നടന്നിട്ടുണ്ട്. സമൂഹ വിവാഹത്തിന്റെ പത്രികയോടൊപ്പം ഹനുമന്തിന്റെ വിവാഹ ഫോട്ടോ, സടകേരി ക്ഷേത്രത്തിലെ രസീത്, ഈ എല്ലാ രേഖകളും അവിടെ നിന്ന് പരിശോധിക്കണം. യുവർ ഓണർ, റോണാപുരയിൽ നിന്ന് 370 കിലോമീറ്റർ ദൂരത്തുള്ള സടകേരി എന്ന ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ വെച്ച് ഹനുമന്ത് തന്റെ വധുവായ ശകുന്തളയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്. അതേ ദിവസം തന്നെ സർവേ നമ്പർ 349/4 അയാളുടെ വസ്തു സ്വന്തം ഇഷ്ടപ്രകാരം പരാൻഡെ സ്റ്റീൽസിനും എഴുതി കൊടുത്തിരിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകും, യുവർ ഓണർ? നിങ്ങളുടെ വിവാഹം സടകേരിയിൽ നടന്നത് സത്യമാണോ? സത്യമാണ് സർ. ശരി, നിങ്ങൾക്ക് പോകാം. യുവർ ഓണർ, 1991 മുതൽ 98 വരെ റോണാപുരയിലെ സബ് രജിസ്ട്രാർ ആയിരുന്ന മൂർത്തി എന്ന വ്യക്തിയെ വിസ്തരിക്കാൻ ദയവായി അനുവദിക്കണം. പെർമിഷൻ ഗ്രാന്റഡ്. മൂർത്തി സാർ, പരാൻഡെ കമ്പനിക്കാർ ജീവനക്കാരുടെ വസ്തുക്കൾ എങ്ങനെയാ കൈക്കലാക്കിയതെന്ന് കോടതിയിൽ ഒന്ന് വിശദീകരിക്കാമോ? കമ്പനിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏകദേശം 610 ഏക്കർ സ്ഥലത്ത് ഹൈ ക്വാളിറ്റി അയണോർ ഉള്ള കാര്യം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെക്കുറിച്ചൊന്നും അറിയാതെ വസ്തുവിന്റെ ഉടമസ്ഥര് അവരുടെ വസ്തു മറ്റാർക്കെങ്കിലും വിൽക്കുമെന്ന് കരുതി തങ്ങളുടെ വസ്തുക്കളെല്ലാം പരാൻഡെ സ്റ്റീൽസിന് എഴുതി കൊടുത്തിരിക്കുന്നതായി രേഖകളുണ്ടാക്കി ജോബ് ജോയിനിങ് എഗ്രിമെന്റിൽ സിഗ്നേച്ചർ ഇടാനാണെന്നുള്ള വ്യാജേന ലാൻഡ് ഡോക്യുമെന്റ്സിൽ സിഗ്നേച്ചർ ഇടിപ്പിച്ചു. ഇക്കാര്യത്തിൽ MD കണ്ട്രയ്ക്കും പിന്നെ ഇവിടെയുള്ള ഈ വക്കീൽ സർദാനിക്കും വ്യക്തമായ പങ്കുണ്ട്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനിയൊന്നും ബാക്കിയില്ല. ഡിഫൻസ് ലോയർ ഓരോ തവണയും എന്നെ ക്രിമിനൽ എന്ന് വിളിച്ചു. ഒരിറ്റു വെള്ളത്തിനായി കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്റെ സഹോദരിയുടെ സ്നേഹം, എന്റെ കരിയർ എല്ലാം വിട്ട് ജയിലിൽ പോയ ഞാൻ ക്രിമിനലാണെങ്കിൽ എന്റെ കക്ഷികളുടെ വസ്തുക്കൾ അപഹരിച്ച് അവരെ ജോലിയിൽ നിന്നും പുറത്താക്കി ഇവരും ക്രിമിനൽസ് അല്ലേ? ഉപജീവനത്തിനായി കമ്പനിയിൽ ജോലിക്ക് കയറിയ ഇവർക്ക് താമസിക്കാൻ നല്ല സ്ഥലം കൊടുക്കാതെ, അധ്വാനത്തിനൊത്ത ശമ്പളം കൊടുക്കാതെ, കഷ്ടപ്പാടുകൾ പറയാൻ പോയാൽ കൈകാലുകൾ വിട്ടുവെന്ന് പറയുന്ന ഇവര് ക്രിമിനൽസ് അല്ലേ? ഒരു നേരത്തെ വിശപ്പടക്കാനായി ഈ മണ്ണിൽ ജനിച്ച കുട്ടികൾ ഈ മണ്ണിലെ ഇരുമ്പയറിന്റെ പേരിൽ അവരുടെ ജീവൻ വെടിയേണ്ടി വരിക എന്ന് വെച്ചാൽ ഇതിലും വലിയ ദുരന്തം വേറെ ഏതുണ്ട്, യുവർ ഓണർ? ബ്രിട്ടീഷുകാർ വന്ന് നമ്മുടെ നാടിനെ കൊള്ളയടിച്ചതുപോലെ 16 വർഷങ്ങളായി പരാൻഡെ കമ്പനിക്കാര് ഈ മണ്ണ് കച്ചവടം ചെയ്ത് റോണാപുരയുടെ സമ്പത്ത് കൊള്ളയടിച്ചപ്പോ ഇവിടുത്തെ ജനങ്ങൾക്ക് ബാക്കിയുള്ളത് കേവലം ഭയവും നിരാശയും മാത്രം. 21 വർഷം മുമ്പ് ഞാൻ അവിടെയായിരുന്നു. ഇന്നിപ്പോ ദാ ഇവിടെ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ മാത്രം അവിടെ തന്നെ നിൽക്കുന്നു, യുവർ ഓണർ. അവിടെ തന്നെ. ജോലി കൊടുത്തു എന്നതിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരുടെ വസ്തുക്കൾ കൈക്കലാക്കിയ പരാൻഡെ സ്റ്റീൽസിനെതിരെ IPC സെക്ഷൻ 465, 468, 420 പ്രകാരം ഫോർജറി കേസ് ഫയൽ ചെയ്യണം. ഈ വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന ഓരോ വ്യക്തികൾക്കും ശിക്ഷ ലഭിക്കണം. അതുപോലെ തന്നെ എന്റെ കക്ഷികളുടെ വസ്തുക്കൾക്കൊപ്പം നഷ്ടപരിഹാരവും നൽകി അവർക്കുള്ള നീതി നടപ്പാക്കണമെന്ന് അപേക്ഷിക്കുന്നു, യുവർ ഓണർ. 150ഓളം ജനങ്ങളുടെ ഏകദേശം 610 ഏക്കറോളം വരുന്ന വസ്തുക്കൾ പരാൻഡെ സ്റ്റീൽസ് ചതിയിലൂടെ കൈക്കലാക്കി എന്ന വസ്തുതയ്ക്ക് ശക്തമായ തെളിവുകൾ കോടതിക്ക് ബോധ്യമായതിനാൽ കമ്പനി ചെയർമാൻ മിസ്റ്റർ പരാൻഡെ തുടർ വിചാരണകൾക്ക് ഹാജരാകണമെന്ന് കോടതി ഇതിനാൽ ഉത്തരവിടുന്നു. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളല്ല സാർ, ഞാനാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത്. ഇത്രയും ജനങ്ങളെ ദ്രോഹിക്കാൻ കൂട്ടുനിന്ന എന്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാ അതിന് നിങ്ങളായിട്ട് എനിക്കൊരു വഴി ഉണ്ടാക്കി തന്നു. ദീനതയിൽ
കൂടെ കൂടുകയാണിവൻ. വേദനകൾ കരിയാനായി തെളിയും ആത്മബലമാം കൈത്തിരിയാണിവൻ. പുഞ്ചിരി മാഞ്ഞൊരു ലോലജനമീവരിൽ പുലരൊളിയായവനോ. സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് പോലും പോകാതെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു വിളക്കായിട്ട് വന്ന ദൈവമാണ് സാറ്. എല്ലാ വർഷവും ഈ സമയത്ത് ഗ്രാമദേവതയ്ക്ക് സാരി നെയ്ത് ഞങ്ങൾ പൂജ ചെയ്യാറുണ്ട്. പക്ഷെ ഈ വർഷം സാറിന് വേണ്ടി മാത്രമാ ഞങ്ങളിത് നെയ്തത്. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം സാർ. വാങ്ങിച്ചാട്ടെ. ഇംഗ്ലണ്ടിൽ നിന്നാ ലോ പഠിച്ചത്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും വാങ്ങുന്നുണ്ട്. എന്നാൽ ആഫ്റ്റർ ഓൾ വെറും ഇരുമ്പഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് ലോ പഠിച്ചൊരു ക്രിമിനൽ ലോയറുടെ മുമ്പിൽ കേസ് തോൽക്കാന്ന് വെച്ചാൽ യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് പ്രൊഫഷൻ. എംപ്റ്റി ആയിരിക്കുന്ന നിന്റെ ബ്രെയിനിൽ ബുള്ളറ്റ് കയറാൻ ആവശ്യത്തിന് സ്ഥലമുണ്ട്. അവൻ സംപ്രദിച്ച് സാറെ കോർട്ടിൽ കൊണ്ടുവരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ. സാർ there is one more option സാർ. സാർ one more option. സാർ നാളെ ഇവരാരും കോടതിയിലേക്ക് വന്നില്ലെങ്കിൽ കേസ് നമുക്ക് അനുകൂലമാകും സാർ. നിങ്ങൾ പെർമിഷൻ തന്നാൽ ഈ കേസിന്റെ വാദം ഞാൻ നടത്താം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ നിനക്കോ? ഇല്ലെന്നാ. നിനക്കോടാ? ഇല്ലെണ്ണ. അടി ഉണ്ടാക്കാനല്ലാതെ ഒരുത്തനും അക്ഷരം അറിയില്ല. ഇംഗ്ലീഷ് ഇതിലാരുടെയൊക്കെ പേരുണ്ടോ? അവര് മുന്നോട്ട് വന്ന് ചത്തോണം. കണക്കെടുപ്പ് കഴിയുന്നത് വരെ ഇവിടെ നിന്നാരും അനങ്ങിപ്പോവരുത്. കണക്കെടുത്തോ? ശരിയാണ്. വായിക്കും മോളെ. വായിച്ചു കഴിഞ്ഞ അങ്കിള് ചോക്ലേറ്റ് തരാം. വായിക്ക് വായിക്ക്. ജയറാം ആരാ? ജയറാം ജയറാം ശുഭാരംഭം. അടുത്ത് വായിക്ക.
നീ വായിച്ചില്ല എങ്കില് അമ്മയെ ഞാൻ കൊല്ലും. വായിക്കണ. തിമ്മപ്പ. വിരൂപാക്ഷ. അടുത്തത് കഴിഞ്ഞ. അങ്കിളിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ല. സ്കൂളിൽ വെച്ച് ടീച്ചർ അടിച്ച അങ്കിളിനോട് പറ, ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് ഫോർ യുവർ കോർപ്പറേഷൻ. അണ്ണാ ഒരാൾ കുറവണ്ണ. അച്ഛൻ മോളെയാണ് രക്ഷിക്കേണ്ടത്. പക്ഷെ ഇവിടെ മോൾ അച്ഛനെ രക്ഷിക്കാൻ നോക്കുന്നു. മോൾക്കറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയോ സാറേ? അവളെ ഒന്നും ചെയ്യല്ല സാറേ, എന്നെ കൊന്നേക്ക് സാറേ. അങ്കിളിന് ദേഷ്യം വന്നു. നീയൊരു സോറി പറഞ്ഞേക്ക്. സോറി എന്നെഴുത്. സോറി. സോറി.
പാട്ടും പാടി. പ്രോമിസ്? പ്രോമിസ്. താങ്ക് യു അങ്കിൾ. അന്ന് പരാണ്ടെ സാക്ഷികളെ മാത്രമല്ല നിയമവ്യവസ്ഥിതിയെ പോലും ചുട്ടരിച്ചു. IPC സെക്ഷൻ 465, 468 കൂടാതെ 420 പ്രകാരം അഴിമതി നടത്തിയെന്ന് പരാണ്ടെ സ്റ്റീൽസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ പരാതി ബോധിപ്പിച്ചവരോ അവരുടെ വക്കീലായ റണകലോ കോടതിയിൽ ഹാജരായിട്ടില്ല. മാത്രമല്ല, കോടതി ആവശ്യപ്പെട്ട ഒരു രേഖകളും ഹാജരാക്കാതിരുന്നതിനാലും പരാണ്ടെ സ്റ്റീൽസ് കമ്പനി യാതൊരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട് അവരുടെ മേലുള്ള എല്ലാ ആരോപണങ്ങളും നിരുപാധികം തള്ളിക്കളയുന്നു. കൂടാതെ വിവാദമായ സ്ഥലങ്ങൾ പരാണ്ടെ സ്റ്റീൽസിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ഈ കോടതി ഉത്തരവിടുന്നു. റോണാപുരിയിൽ ഇനി അവൻ മാത്രമല്ലാതെ അവന്റേതായി ബാക്കിയൊന്നും ഉണ്ടാവരുത്. അവന്റെ വസ്തുവും കൂടി ചേർത്ത് ഫെൻസിങ് ചെയ്തോളൂ. കേസ് അവർക്ക് അനുകൂലമായി സർ. അവരുദ്ദേശിച്ച പോലെ തന്നെ വിധി വന്നിരിക്കുന്നത്. ഇനി നമ്മുടെയൊക്കെ ജീവിതം ഇത്രയ്ക്കേ ഉള്ളൂ സർ, ഇത്രയ്ക്ക്. വസ്തുവിന് ചുറ്റും അവർ വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പേരെ കൊന്നിട്ട് ബോസിനെ ഞാൻ ജയിപ്പിച്ചു. ഇവൻ ഒരുത്തനെ കൊന്നിട്ട് നിങ്ങൾ എന്നെയും ജയിപ്പിക്കേ.
ഞാൻ എൻ്റെ ശാന്തത വെടിഞ്ഞപ്പോഴൊക്കെ ഒരുപാട് പേർക്ക് തലകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി മുതൽ ഈ റോണാപ്പുരയിലുള്ളത് സർവേ കല്ലുകളായിരിക്കില്ല, രണഗൽ സാമ്രാജ്യത്തിന്റെ മയിൽക്കുറ്റികളായിരിക്കും. സാർ, ഗട്ടയുടെ കേസിൽ സിംഗ സറണ്ടർ ആയിട്ടുണ്ട്. ലോയർ രണഗൽ ഇപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് തുടങ്ങിയിരിക്കുകയാണ്. മൈനിങ് തുടങ്ങിയിരിക്കുന്നു. അവൻ ഓവർ ആകുന്നതിന് മുമ്പ് അവനുള്ള ശവക്കുഴി നമ്മൾ തോണ്ടിയിരിക്കണം. നമ്മളിപ്പോ ശവക്കുഴി തോണ്ടേണ്ടത് അവന് വേണ്ടിയിട്ടല്ല, അവൻ തുടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി മുതൽ അവന്റെ കാൽപാദം അവിടെ പതിയരുത്. എന്നുവെച്ചാ അവനിനി ഒരു ചുവടടി പോലും പരാണ്ടിക്കെതിരെ വയ്ക്കാൻ കഴിയരുത്. നിങ്ങളെപ്പോലുള്ള ബിസിനസ്മാൻമാരുടെ കൂടെ പാർട്ടി കൂടുക എന്ന് പറഞ്ഞ ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യ സാറേ. ഈ പാർട്ടി നടത്തുന്നത് രണഗലിന് വേണ്ടിയാണ്. ഒരൊറ്റ രൂപ പോലും അവന് എവിടുന്നും കടം കിട്ടരുത്. അവന്റെ മൈനിങ് നടക്കാൻ പാടില്ല. സർ, ഇത് മൈനിങ്ങിന് ആവശ്യമുള്ള വെഹിക്കിൾസിന്റെ മെഷീനറീസിന്റെ ലിസ്റ്റാ. ഈ ലിസ്റ്റുള്ള ഒരു ബാങ്ക് നമുക്ക് ലോൺ അനുവദിക്കാൻ തയ്യാറാകുന്നില്ല. അണ്ണ, ആ മൈനിങ് ഓഫീസർ നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം വീണ്ടും മിസ്സായെന്നാ പറയുന്നത്. എല്ലാവരും സൈൻ ചെയ്യാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുമ്പോ പരാണ്ടെ സൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത്. അണ്ണാ, അവന്റെ തലയും സൈക്കിളിന്റെ കാരിയറിലാക്കി സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കണം. ജീവികളിൽ നിന്ന് വിളകൾ രക്ഷിക്കാനായി തോക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചുറ്റും നല്ലൊരു വേലി കെട്ടിയാൽ മതി. വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൂടെ കൊടുത്തു നോക്കാം. എന്താ? 2 തവണ അപേക്ഷ തന്നിരുന്നു. മിസ്സിംഗ് ആണെന്നാണല്ലോ അറിഞ്ഞത്. അപേക്ഷ ചിലപ്പോൾ മിസ്സായെന്നൊക്കെ ഇരിക്കും. ആരുടെ പേരിലായിരുന്നു? ഭൈരതി രണഗൽ. ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവന്ന താനെന്താ ഗ്യാങ്സ്റ്റർ? ഞാനൊരു ഗവൺമെന്റ് ഓഫീസറാണെന്ന കാര്യം താൻ മറക്കണ്ട. എന്താ ഇത്? ടൈം ആയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഗേറ്റ് അടിച്ചിട്ടിരിക്കുന്നേ? സാറേ, ഗേറ്റ് അടച്ചില്ലെങ്കിൽ നമ്മുടെ ടൈം ഇപ്പൊ തീരും സാറേ. സൈഡിടാൻ പെൻ പോലും തനിക്ക് സപ്പോർട്ടില്ലെങ്കിൽ പരാണ്ടയ്ക്കെതിരെ മൈനിങ് ചെയ്യാൻ കഴിയില്ലെന്നുള്ളതിന്റെ
ബാഡ് സൈൻ. വെറും 5 ഏക്കറും 6 ഏക്കറും ഉള്ളവരൊക്കെ മൈനിങ് ചെയ്യാൻ വന്നിരിക്കുന്നു. ഇത്തവണ കയ്യിൽ നിന്ന് മിസ്സായി പോയാൽ ആപ്ലിക്കേഷൻ മുഴുവൻ റെഡിങ്കിൽ എഴുതേണ്ടി വരും. പേടിക്കൊന്നും വേണ്ട. ഞാൻ വന്നത് സൈൻ ഇടാൻ വേണ്ടിയാ, ബോംബിടാനല്ല. ഇതിഹാസമെ മിന്നിടുന്നു നീ വിസ്മയിപ്പിക്കുമോർമ്മക്കല്ലേ. കനലുതിരും പന്തമായി നീ ആളിടുന്നു ഭൈരതിരണകല്ലായി. ആരതിരെ വന്നു നിന്നാലും അതരാടുന്നൊരു കാണാവില്ലേ. പുതുകാഹള സിദ്ധാന്തത്തിൻ ചങ്കൊലി തൂകും സ്നേഹത്തെല്ലായാകെ പാടിച്ചിടും സിംഹകേസരി. ഓരോ വീട്ടിലേക്ക് എത്തിക്കുക. ബെസ്റ്റ് ക്വാളിറ്റി ഓറുണ്ടായിരുന്ന നമ്മൾ പ്രിസർവ് ചെയ്തിരുന്ന ആ സ്ഥലം രണകൾ കൈയടക്കി സാർ. ലീഗലായിട്ട് ആ ലാൻഡ് നമ്മുടേതാണ് സാർ. അത് അവൻ ഇല്ലീഗലാക്കി ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. സൂര്യൻ തിരുനാളം മങ്ങി ഇരുകണ്ണിലെ ജ്വാലകൾ കണ്ടു. അതിഭീകര വൈരികൾ കോണ്ടുമടങ്ങി പുലിമുഖമിതു കണ്ടു. ഗജസേനകൾ പിന്തിരിക്കുന്ന ഉജ്വലനാം നിന്നെ കണ്ടു. വിഷമനസുകൾ വച്ചിടു തിരിച്ചുടു രക്തനിറം കണ്ടു. തിന്മ വിരണ്ടു നദിയിൽ വീണു ചുരുണ്ടു. ഇടിവടിവാൾ മിന്നൽ നീണ്ടു അന്യായ തലകളുരുണ്ടു. ഇതരയാകെ പാടിച്ചിടും സിംഹകേസരി. ഇതിഹാസമെ മിന്നിടുന്നു നീ വിസ്മയിപ്പിക്കുമോർമ്മക്കല്ലേ. കനലുതിരും പന്തമായി നീ ആളിടുന്നു ഭൈരതിരണകല്ലായി. ആരതിരെ വന്നു നിന്നാലും അതരാടുന്നൊരു കാണാവില്ലേ. പുതുകാഹള സിദ്ധാന്തത്തിൻ ചങ്കൊലി തൂകും സ്നേഹത്തെല്ലാം. ചെയ്ത് ശീലമുണ്ടോ? ചെയ്ത് നോക്കണേ. പരാണ്ടയുടെ കൂടെ ഉണ്ടായിരുന്ന ഡിവൈഎസ്പി കൃഷ്ണപ്പ ബർഗി റോണാപുരയിൽ ഡ്യൂട്ടി ചെയ്യാൻ ഭയന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ആ സ്ഥാനത്തേക്ക് ഹരിദാസ് കോലെ വന്ന് രണകലിനെതിരായുള്ള നീക്കങ്ങൾ തുടങ്ങി. നാട്ടിലൂടെ ട്രക്സ് ഓടിച്ചാൽ അവിടെ പൊടിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് റോഡ് ഉണ്ടാക്കിയത്. ആ റോഡിലൂടെ ട്രക്സ് ഓടിക്കാനുള്ള കോർട്ട് ഓർഡറിന്റെ കോപ്പിയാണ്. RC ബുക്സ്, ലൈസൻസ് കോപ്പി, ഇത് ഇവരുടെ ബെയിൽ ഓർഡർ. അവരെ വിട്ടേക്ക്. താങ്ക് യു.
ഫസ്റ്റ് ടൈമാ സാറേ രണകലിന്റെ കൂടെയുള്ള ഒരു സ്റ്റേഷനിൽ എത്തിക്കുന്നത്. വൈകാതെ രണകല്ലും ഇവിടെ എത്തും. ഏട്ടാ, എനിക്ക് ഇന്ത്യയിലേക്ക് വന്ന് എന്റേതായ ഒരു ഓൺ മെഡിസിൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ട്. ഐ നീഡ് യുവർ സപ്പോർട്ട്. വളരെ നല്ല കാര്യം. എന്റെ അനിയത്തി കൂടെയുള്ളതിനേക്കാൾ വേറെ എന്ത് സന്തോഷമാണ് എനിക്കുള്ളത്. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. വരദൻ നിനക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരും. താങ്ക് യു ഏട്ടാ. ഭർത്താവ് ബിസിനസ്സിനായി ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് വേദവതിക്ക് ഒരുപാട് സന്തോഷമായി. ജയ്പാൽ അവന്റെ ആഗ്രഹം പോലെ തന്നെ ഇന്ത്യയിൽ ഫാർമ കമ്പനി തുടങ്ങി ബിസിനസ് വളർത്തിക്കൊണ്ടുവന്നു. വരദൻ അവനോടൊപ്പം ബിസിനസ്സിന് സപ്പോർട്ടായി നിന്നു. വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോ ഇവിടെ നീതിക്ക് വേണ്ടിയ ജനങ്ങൾ നിന്നിരുന്ന ഇപ്പൊ ആ സ്ഥലത്ത് റൗഡികൾ നിൽക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടിയ സ്ഥലത്ത് ഇപ്പൊ വാളും തോക്കുകയാണ്. പണത്തിന് വേണ്ടി ഇരുമ്പ് തൂക്കിയിരുന്ന സ്ഥലത്ത് ആ പണത്തെ തന്നെ ഇരുമ്പ് തൂക്കുന്ന പോലെ തൂക്കുന്നത്. നിങ്ങൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. നിങ്ങളെ ഇപ്പൊ കാണുമ്പോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പഴയതുപോലെ ആയിക്കൂടെ പ്ലീസ്? എന്റെ മുമ്പിലുണ്ടായിരുന്ന ഈ ഒരേ ഒരു വഴിയായിരുന്നു. ഈ വഴിയിൽ എന്റെ കൂടെ വരണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കുക. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് രണകലിന്റെ പണത്തെക്കുറിച്ച്. AA34 MK6238. സർ, ട്രക്ക് ഗോൾഡ് റോഡിലേക്ക് എൻട്രി ആയിരിക്കും സർ. ഇൻഫർമേഷൻ വെച്ച് നോക്കിയാൽ ആ ആഖിർ സ്ഥലത്തേക്കായിരിക്കും സർ. ഇത് കപ്പാട്രയിലെ മൈനിങ് ഓർ 72% അയൺ ഉണ്ട്. നിങ്ങൾക്ക് പ്രൈസ് ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ സപ്ലൈ ചെയ്തേക്കാം. ഓർ ഞങ്ങൾക്ക് ഓക്കെ സാർ.
ലോ പഠിച്ചുകൊണ്ട് മാത്രം ഒരുപാട് നാൾ നിയമത്തെ പറ്റിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഞാൻ അകത്താക്കിയിരിക്കും. ഒരു മിനിറ്റ്. ട്രക്കിന് അൺലോഡ് ചെയ്യാൻ മാത്രം ഹൈഡ്രോളിക് ലിവർ ഉള്ളത്. ലോഡ് മാനുവലായിട്ട് തന്നെ കയറ്റണം. പാർട്ടി വെയിറ്റിംഗിലാ. ലോഡ് കയറ്റിട്ട് പോ. നെഹ്റു സർക്കിൾ മുതൽ ആക്രി സ്ഥലം വരെ ട്രക്കിനെ ഫോളോ ചെയ്ത് ചെക്ക് ചെയ്തതാണ് സാർ. പക്ഷെ അതിൽ പണം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആയിരുന്നു. 100% കറക്റ്റ് ഇൻഫർമേഷൻ ആയിരുന്നു. കിട്ടിയ ഇൻഫർമേഷനും നമ്മളെടുത്ത എഫേർട്ടും എത്ര സത്യമാണോ അവൻ നമ്മളെ കബളിപ്പിച്ചതും സത്യമാണ്. മോർണിംഗ് സാർ. ബഹദൂർ വന്നിട്ടുണ്ട്. നമസ്കാരം ഉണ്ടേ ബഹദൂർ സാറേ. കണക്ക് പ്രകാരം നോക്കിയ ഫാക്ടറി ആ പാലസ് ഞങ്ങൾക്ക് എഴുതി തന്നാലും ഞങ്ങളുടെ എമൗണ്ട് പിന്നെയും നിങ്ങളുടെ കയ്യിലാ. നിങ്ങളുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് ബോസ് അത് കാര്യമാക്കുന്നില്ല. ഡോക്യുമെന്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. സൈൻ ചെയ്തോളൂ. നിങ്ങൾ ഞങ്ങൾക്ക് വെറുതെ എഴുതി തരുമൊന്നുമല്ല. നിങ്ങൾ വാങ്ങിയ കടം പ്രോപ്പർട്ടിയുടെ രൂപത്തിൽ തിരിച്ചു തരുന്നു. അത്രേ ഉള്ളൂ. പ്ലീസ്. അത് പ്ലാന്റ് ഓപ്പൺ ആയ കാലം തൊട്ടേ ലേബേഴ്സ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാ. ഫാക്ടറി നഷ്ടത്തിലായപ്പോഴും അവർ കുറഞ്ഞ ശമ്പളത്തിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പ്രധാനമായിട്ടും അവർക്കൊരു യൂണിയൻ ഉണ്ട്. നിങ്ങൾക്ക് യൂണിയൻ എന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ല. അതുകൊണ്ട് ലേബേഴ്സിനെ കൂടെ നിർത്തിക്കൊണ്ട് ലേബേഴ്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കടം വിട്ടാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന കടം ഒരു ലോറി കയറ്റാറുണ്ട്. എങ്ങനെ വിട്ടുവന്ന സർ? നമ്മൾ ഇന്നലെ ആക്രി സ്ഥലത്ത് പോയി ചെക്ക് ചെയ്ത ട്രക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ട് സർ. പക്ഷെ അതിനുള്ളില് നിങ്ങൾ തന്ന പണത്തിന്റെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്ത് അല്പം കൂടുതൽ തന്നെയുണ്ട്. ലേബേഴ്സിന് വേണ്ടി എന്റെ പ്രോപ്പർട്ടി എനിക്ക് രണകലിന് വെക്കേണ്ടി വന്നു. ഐ ആം സോറി. പരാണ്ടെ റെണഗലിനെ ടാർഗറ്റ് ചെയ്തു. റെണഗലിന്റെ ടാർഗറ്റ് തികച്ചും മറ്റൊന്നായിരുന്നു. സ്റ്റീലിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായി അതിനുള്ള ഓറും കൂടുതൽ ആവശ്യമായിരുന്നു. റോണാപുരയിൽ മണ്ണിന്റെ കൂമ്പാരങ്ങൾക്കും മുകളിലായി പണത്തിന്റെ കൂമ്പാരങ്ങളായി. കോസ്റ്റ് വൈസ് നമ്മുടെ പ്രൊഡക്റ്റിനേക്കാൾ കുറവാണെന്ന് മാത്രമല്ല, ക്വാളിറ്റി വൈസ് നമ്മളതിനേക്കാൾ ബെറ്റർ ആണ് സർ. സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ റെണഗലിന്റെ വളർച്ച പരാണ്ടയുടെ ഉറക്കം കെടുത്തി. അവനെ തടയാനായി പുതിയൊരു തന്ത്രം മെനഞ്ഞു. ബഹദൂർ ശരിക്കും തന്റെ അടുള്ള മനുഷ്യനായിരുന്നു. ഒരു കാരണവശാലും ഫാക്ടറി പ്രവർത്തനം നിലയ്ക്കാതിരിക്കാൻ ഞങ്ങളോട് കടം വാങ്ങിപ്പോലും പ്ലാന്റിന്റെ പ്രവർത്തനം നടത്തിയിരുന്നു. എന്നാൽ രണകൽ പ്രോപ്പർട്ടി മുഴുവൻ തന്റെ പേരിൽ എഴുതി വാങ്ങിച്ചിട്ട് അദ്ദേഹത്തെ കൊല ചെയ്തു. അതിന് ഞാനാ ഐ വിറ്റ്നസ്. ഏട്ടൻ ഇവിടെ ഇല്ല. എവിടെ പോയിരിക്കുക? മർഡർ ചെയ്തിട്ട് എങ്ങനെ വീട്ടിലിരിക്കും? പ്ലാൻ ചെയ്ത് എസ്കേപ്പ് ചെയ്ത് കാണും. നടക്ക്, സ്റ്റേഷനിലേക്ക് വിടും. സാറേ, വാറന്റ് ഉള്ളത് റെനഗലിനല്ലേ? പിന്നെ ഇവളെ എന്തിനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നേ? ഇവളെ ഇവിടുന്ന് കൊണ്ടുപോയാ റെണഗൽ താനെ അങ്ങ് എത്തും.
ഇരിക്കാനൊരു കസേര പോലും കൊടുക്കാതെ ഒരു പൂർണ്ണ ഗർഭിണിയെ സ്റ്റേഷനിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ആണത്തമല്ല സാറേ. ഇവന് ആണത്വം എന്താന്ന് കാണിച്ചു കൊടുക്ക. എസ്കേപ്പായി നിന്റെ ചേട്ടൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്ക്. ഇരിക്കും മോളെ, ഒരു 5 മിനിറ്റ് നമുക്ക് വീട്ടിൽ പോവാം. നിന്നെ ഇങ്ങോട്ട് വരുത്തിച്ചത് തിരിച്ചു വീട്ടിൽ പോകാനല്ല, പിടിച്ചകത്തിടാനാ. ഒരുപാട് നാൾക്ക് ശേഷം സ്റ്റേഷനിലേക്ക് വന്നതല്ലേ. നീ വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് സെല്ല് കാലിയാക്കി ഇട്ടിരിക്കുക. ബഹദൂർ മർഡർ കേസിൽ നിനക്കെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഐ വിറ്റ്നസ് കണ്ട്രേ. ബെയിൽ ഓർഡർ. കേസുണ്ടാക്കി രാത്രിക്ക് രാത്രി നിന്നെ സ്റ്റേഷനിൽ എത്തിക്കാമെങ്കിൽ അധികം വൈകാതെ വിലങ്ങും വെച്ച് ജയിലിൽ എത്തിക്കുന്നതിനെ ഞാൻ.
രണകൾ അനിയത്തിക്ക് വേണ്ടി ബഹദൂർ പാലസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സിംഗ, ഇനി ഒരുത്തിനും അകത്ത് കയറാൻ പാടില്ല. സെക്യൂരിറ്റി കൂട്ടിക്കോ. ശരിയാണ്. ഇത്രയും നാൾ ഈ ടേബിളിന് ചുറ്റും ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ ചർച്ച ചെയ്തിരുന്നത്. പക്ഷെ ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാ വന്നത്. ഞാൻ ചെയ്യാത്ത കൊലപാതകത്തിന് ഐ വിറ്റ്നസ്. ഇത്ര നാളും നിന്റെ ബിസിനസ് നോക്കിയിരുന്ന ആളല്ലേ. ഒന്ന് അവസാനമായി നിന്നെ കാണാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇനിമേൽ ഈ റോണാപുരയുടെ മേൽ ഓരോരുത്തന്റെയും ദൃഷ്ടി പടരുത്. പരാണ്ടെ തനിക്കെതിരെ ആരും തലപൊക്കരുതെന്ന് ആഗ്രഹിച്ചു. പക്ഷേ രണകൾ ഒരു രാക്ഷസനെ പോലെ അവിടെ എത്തി താണ്ഡവമാടിയിട്ട് പോയി. അണ്ണൻ ലൈനിലുണ്ട്, സംസാരിക്കണമെന്ന് പറഞ്ഞു. ലൈനിൽ നിൽക്കേണ്ടത് എന്താ ഇവിടെയാ? ചരക്ക് നീങ്ങണമെങ്കിൽ ഈ ആൽബന്റെ കാല് തൊട്ട് വണങ്ങണമെന്ന് നിന്റെ അണ്ണനോട് പറ. കാല് തൊട്ട് വണങ്ങണമെന്ന് ഇവൻ ആഗ്രഹിച്ചത് ഒരു തെറ്റല്ല. ഞാൻ കാല് വെച്ചിട്ട് ഇവനത് ആഗ്രഹിച്ചതാണ് തെറ്റ്. ഇനി മുതൽ ആരുടെ ചരക്ക് ഇവിടുന്ന് എവിടേക്ക് പോകണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യും. അല്ലെങ്കിൽ ആരുടെയൊക്കെ ജീവൻ എപ്പോൾ പോകണമെന്ന് കൂടി ഞാൻ ഡിസൈഡ് ചെയ്യേണ്ടി വരും. ഒരു മാസം ടൈം. പെർമിഷൻ കിട്ടിയില്ലെങ്കിലും കോളേജിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ശരി. ഹോസ്പിറ്റൽ എന്തായി? നമ്മുടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ്.
JP കമ്പനി മെഡിസിൻസിൽ നിന്ന് വലിയൊരു പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു. ഇതുവരേക്കും മോർ ദാൻ 80 പേഷ്യൻസ് ആണ് മരിച്ചിരിക്കുന്നത്. രണകൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല സാർ. ഒരു കാരണവശാലും ഈ കാര്യം രണകൽ അറിയാൻ പാടില്ല. മാനേജ് ചെയ്യ്. നിങ്ങള് പണമുള്ളത് കൊണ്ടല്ലേ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന പകുതിയിലേറെ മെഡിസിൻസിലും ഡോസേജ് വേരിയേഷൻസ് ഉണ്ട്. ചിലരാ മെഡിസിൻസ് ഉപയോഗിക്കാനേ പാടില്ല. ഓ, എല്ലാം അറിഞ്ഞല്ലേ സാർ? ഞാനിങ്ങനൊക്കെ ആകാൻ നീയാ കാരണം. തുടക്കത്തില് ആഫ്റ്റർ ഓൾ നീ ഒരു ലോയർ, ഞാനോ ആയിരങ്ങളുടെ ലീഡർ. പക്ഷെ പിന്നീട് അങ്ങോട്ട് എല്ലാം മാറിക്കൊണ്ടിരുന്നു. എന്റെ നിലനിൽപ്പിന് നിന്റെ പുറകെ കൂടേണ്ടി വന്നു. ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നിന്നേക്കാൾ മുമ്പേ പോരാട്ടം തുടങ്ങിയത് ഞാനാ. പക്ഷെ അവർക്ക് ദൈവമായത് നീ. ആരാധന, വിജയം എല്ലാം നിനക്കാ കിട്ടിയത്. ഭൈരതീരണകൾ, ഭൈരതീരണകൾ, ഭൈരതീരണകൾ. കേൾക്കുമ്പോ എനിക്ക് കലിയായിരുന്നു. സിമ്പിൾ ഡ്രസ്സിൽ ഞാനും സിംഹാസനത്തില് നീയും. സഹിക്കാൻ കഴിഞ്ഞിട്ട് എനിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ജയപാലിന് ഞാൻ കൈ കൊടുത്തു. നിന്റെ അനിയത്തിക്ക് അവളുടെ ഭർത്താവിനോട് സ്നേഹം, നിനക്കോ നിന്റെ അനിയത്തിയോട്. അയ്യോ പാവം, നിനക്കതുകൊണ്ട് ആരെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും നീ എൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരുപാട് അങ്ങ് പിന്നിലായിരുന്നു നീ. മനുഷ്യന് വിശപ്പും ആരോഗ്യവും വളരെ പ്രധാനമാണ്. വിശപ്പ് ആർക്ക് വേണമെങ്കിലും ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ ആരോഗ്യം അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. അതെന്റെ അനിയത്തിയുടെ ഭർത്താവ് കൊടുക്കുന്നത് കണ്ട് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. പക്ഷെ നീ കൊടുത്ത മരുന്നുകൊണ്ട് ഇത്രയും പേരുടെ ജീവൻ പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് പണം ഉണ്ടാക്കാനാ. മെഡിസിൻ ഫീൽഡിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ നടക്കുന്നത് ക്വൈറ്റ് കോമൺ. മരിച്ചവരെ ഓർത്ത് ഒരുപാട് തല പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ കുടുംബങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റ് അണ്ടറിൽ തന്നെ എത്ര കോടി വേണമെങ്കിലും ഞാൻ കൊടുത്തേക്കാം. സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ വളർച്ചയ്ക്ക് കുറച്ച് ശവങ്ങൾ മണ്ണിൽ വീഴുന്നതിൽ തെറ്റൊന്നുമില്ല. പൂർണ്ണ ഗർഭിണി ഒരുപാട് സമയം വിശന്നിരിക്കാൻ പാടില്ല. അവള് അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. വാ, വീട്ടിലേക്ക് പോവാം. ജനങ്ങൾക്ക് വേണ്ടി ആരെ വേണമെങ്കിലും ഞാൻ ഒഴിവാക്കാം. പക്ഷെ ആർക്ക് വേണ്ടിയും ജനങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല.
വല്ലതും കഴിച്ചോ മോളെ? ഇല്ലേട്ടാ, ജയേട്ടൻ കൂടെ വരട്ടെ. ഏട്ടൻ കഴിക്ക്. വാ ഇരിക്ക്. മോൾ ആദ്യം എനിക്കൊരു വാക്ക് തരണം. എന്താ ഏട്ടാ? നീ ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകരുത്. എന്താ കാരണമെന്ന് ചോദിക്കരുത്. നിന്റെ ഭർത്താവ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അനിയത്തി ഏട്ടന് വാക്കുകൊടുത്തു. പക്ഷെ അതോടെ അനിയത്തി ഏട്ടനോടുള്ള സംസാരമേ നിർത്തി. എന്റെ മകൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം ശരികളായിരിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്തോ ആദ്യമായി എനിക്കിപ്പോ പേടി തോന്നുന്നു. എന്റെ മരുമകനാവുന്നവൻ നാട്ടിലെ ജനങ്ങൾക്ക് നീതി നടപ്പാക്കുന്ന ലോയറാണെന്നാ വിചാരിച്ചേ. പക്ഷേ സ്വന്തം സഹോദരിക്ക് തന്നെ ദ്രോഹം ചെയ്ത ഗ്യാങ്സ്റ്റർ ആണെന്ന് കരുതിയില്ല. വൈശാലി, വിവാഹം എന്നത് ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഈ കാര്യത്തിൽ നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുമോളെ. സഭയുടെ തീരുമാനമനുസരിച്ച് അടുത്ത 2.5 വർഷക്കാലത്തെ മുഖ്യമന്ത്രി സ്ഥാനം NNR പാർട്ടിക്ക് കൈമാറാൻ MNC പാർട്ടി സമ്മതം അറിയിച്ചിരിക്കുന്നു. ഈ മാസം 24-ാം തീയതി മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാനായിരുന്നു തീരുമാനം. എന്നാൽ ഹണി ട്രാപ്പ് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന സഭാപതിക്ക് പകരം ഗുരുകാന്ത് ബണ്ട്രിയെ നിയമിക്കാൻ ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നു. സഭാപതിയെ വിളിക്കുന്നു. പറയൂ സഭ. CM സ്ഥാനത്തേക്ക് നിന്റെ അനുജനെ കൊണ്ടുവരാൻ വേണ്ടി നീ എന്നെ ഹണി ട്രാപ്പിൽപ്പെടുത്തി. കൂട്ടുമന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. തീരുമാനപ്രകാരം നീ പാർട്ടി പ്രസിഡന്റും ഞാൻ CM ആകേണ്ടതായിരുന്നു. വിശ്വാസവഞ്ചനെ കാണിച്ച് ദൈവം നിനക്കതിനുള്ള കൂലി തരും. ഇപ്പൊ സ്ഥാനം നഷ്ടപ്പെട്ട വിഷമത്തില് നീ എന്തൊക്കെയോ പറയുന്നു. ഇതും ആരെങ്കിലൊക്കെ റെക്കോർഡ് ചെയ്ത് ലീക്കായ അതും കുഴപ്പാവും. നീ പറഞ്ഞത് ശരിയാ. പാർട്ടിക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ. സർ, പരാണ്ടെ സർ വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ടോപ്പ് മോസ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് പരാന്റേക്ക് സ്വാഗതം. ഇരിക്കുക. താങ്ക് യു സർ. പവർ കുറഞ്ഞുപോയി. കുറച്ച് കൂട്ടേണ്ടതായിട്ട് വന്നു. പറയൂ. നിങ്ങളുടെ സഹോദരന് CM സ്ഥാനം കിട്ടാൻ പോവല്ലേ? ഈ സ്ഥാനമാറ്റത്തിന് ഒരുപാട് MLA-മാരുടെ പിന്തുണ ആവശ്യമാണ്. അവരുടെ വിശപ്പടക്കാനായി ഞാൻ കുറച്ച് റേഷൻ ചാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പകരമായി നിങ്ങളൊരുത്തിന്റെ വയറ്റത്തടിക്കണം. രണകൽ, ഇത് ഫസ്റ്റ് ടൈമാ
ഞാനൊരാളുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടുന്നത്. ഇപ്പോൾ കൂട്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ പവർ കൊണ്ട് അവനെ എല്ലാ ഭാഗത്തു നിന്നും തടഞ്ഞിരിക്കണം. ഇതുപോലെ ഞങ്ങളുടെ വിശപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കരുതലുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കേണ്ടതല്ലേ? സഭാപതി, ദൈവം എനിക്ക് കൂലി തരുന്നു പറഞ്ഞപ്പോ അത് ഇത്രയും പെട്ടെന്ന് എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആരെ ഒതുക്കണമെന്ന് അയാൾ പറഞ്ഞിട്ട് പോയി. ആരവൻ? രണകലാണ് സർ. ആ ഗേറ്റ് അടച്ചേ. റോണാപുരിക്ക് മേൽ സർക്കാരിന്റെ ശക്തമായ പ്രഹരം. റെനകളുടെ അധീനതയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്റ്റീൽ ഫാക്ടറിയും മൈൻസും സീസ്. എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സർ. മൈനിങ് മിനിസ്റ്റർ രഘുവീർ ബണ്ട്രി പരാണ്ടയുമായി ചേർന്ന് നമുക്കുമേൽ പൊളിറ്റിക്കൽ പവർ ഉപയോഗിക്കുകയാണ്. അയാളുടെ അനിയൻ CM ആവാനുള്ള തയ്യാറെടുപ്പില്ല. നാളെ കഴിഞ്ഞാൽ ഇനി 2.5 വർഷം ഈ ഗവൺമെന്റ് അവരുടെ കയ്യിലാ. നമുക്കിനി ഒരു ചെറിയ മൂവ്മെന്റ് പോലും നടത്താൻ കഴിയില്ല. പവർ അപ്ലൈ ആയിട്ടുണ്ട് രണകലിന്റെ മേൽ. നിങ്ങൾക്കുള്ള പ്രത്യുപകാരം. പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കാൻ പോകുന്ന ശ്രീ ഗുരുകാന്ത് ബണ്ട്രിയും പാർട്ടി സംസ്ഥാന പ്രസിഡന്റായ ശ്രീ രഘുവീർ ബണ്ട്രിയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സാറിവിടെ മൊത്തം പ്രശ്നമായിരിക്കാം സാർ. എല്ലാ MLA-മാരും സഭാപതിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സഭാപതി ഗവർണറുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് സാർ. പരാണ്ടെ റണകലിനെ ഇല്ലാതാക്കാനായി രഘുവീർ ബണ്ട്രിയുമായി കൈകോർത്തു. എന്നാൽ റണകൽ തന്റെ നിലനിൽപ്പിനു വേണ്ടി മൊത്തം സർക്കാരിനെ തന്നെ തുലാഭാരം തൂക്കി. നഷ്ടപ്പെട്ട CM പദവി, സഭാപതിയെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിച്ച ഗെയിം ചേഞ്ചർ, പണത്തിന്റെ മേലെ പറക്കാൻ ശ്രമിച്ച സർക്കാരിന്റെ വിധി തന്നെ മാറ്റിയെഴുതിയ മൈനിങ് മാഫിയ ഡോൺ ഭൈരതി രണകൽ, ഏക്നാഥ് നിംബാൽക്കർക്ക് മൈനിങ്
നിങ്ങൾ മുങ്ങിത്താഴ്ന്നപ്പോ നീന്തി കര കയറുന്നു കരുതി ഇതുവരെ കാത്തിരുന്നത്. പക്ഷെ നിങ്ങൾ മുങ്ങിപ്പോയത് രക്തക്കടല്ല. അത് നിങ്ങളെ കരക്കടുപ്പിക്കാതെ താഴ്ത്തിക്കളഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനുള്ളിൽ 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് ഞാൻ ആരാധിച്ചത്, മറ്റേത് നിങ്ങളെ ആകർഷിപ്പിച്ചത്. രണ്ടുപേരുടെയും വഴികൾ വെവ്വേറെ ആയതുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനാവില്ല. നിംബാൽക്കറെ മുൻനിർത്തി രണകൾ ഓൾറെഡി അവന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കമ്പനിയുടെ വെസ്റ്റിലുള്ള 2 മൈൻ സീസ് ചെയ്തു. ഒരേ ഒരു മൈനിങ് മിനിസ്റ്റർക്ക് വേണ്ടി 80 MLA-മാരെ പണം കൊണ്ട് തുലാഭാരം നടത്തി മൊത്തം സ്റ്റേറ്റ് ഗവൺമെന്റിനെയും കൈപ്പിടിയിലാക്കി. നമ്മള് കോർട്ടിലേക്ക് പോയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും വർഷം ലീഗൽ അഡ്വൈസർ ആയിരുന്ന ഞാൻ പേഴ്സണലായിട്ട് ഒരേ ഒരു അഡ്വൈസ് പറയട്ടെ. അവന്റെ റോണാപുര അവന് തന്നെ കൊടുത്തേക്ക് സാർ. ഈ സമയത്ത് ലാൻഡ് പ്രസ്റ്റേജിനേക്കാൾ ഉപരി ജീവനല്ലേ സാർ വലുത്. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി റോണാപ്പുര വിട്ടുകൊടുക്കില്ല. റോണാപ്പുര നിലനിർത്താൻ വേണ്ടി ജീവൻ വേണമെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കാം. ബിസിനസ്മാനായിരുന്ന പരാണ്ടെ രാക്ഷസനായി മാറി. റോണാപുരയുടെ മണ്ണിനു വേണ്ടി രണകളുമായി യുദ്ധത്തിനിറങ്ങി.
can. ഇനി മുതൽ അടിത്തറ നിന്റേത്, സാമ്രാജ്യം എന്റേത് എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. ഇഞ്ച് ബൈ ഇഞ്ച് ഈ റോണാപുരം മുഴുവനായും എന്റേത് മാത്രമായിരിക്കും. ഈ മണ്ണ് 2 മിനിറ്റ് പോലും നിന്റെ കൈ നിൽക്കാൻ ഞാൻ സമ്മതിച്ചില്ല. പിന്നെയാണോടാ ഈ റോണാപുര? നിനക്കിത് വെറും പണമായിരിക്കാം, എന്നാൽ എനിക്ക് ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാ. പരാണ്ടയെ ഇല്ലാതാക്കിയതിനു ശേഷം റോണാപുരയിൽ രണകൾ മറ്റാരുടെയും കാൽപാദം പതിയാൻ അനുവദിച്ചില്ല. ഒരു വശത്ത് തോറ്റുപോയ രഘുവീർ ബണ്ട്രി മീശയും വടിച്ച് വീണ്ടും സർക്കാരിനെ തന്റെ വരുതിയിലാക്കാനുള്ള ചരടുവലികൾ തുടങ്ങി. ഉദ്ദേശിച്ചതുപോലെ തന്നെ തന്റെ അനുജനെ CM കസേരയിലും ഇരുത്തി. എന്നാൽ റോണാപുര മാത്രം അവന്റെ അധീനതയിലായില്ല. മറ്റൊരു വശത്ത് രണകളിന്റെ സാമ്രാജ്യത്വ ഇല്ലാതാക്കാൻ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തീരുമാനിച്ച് മഫ്തിയിൽ ഗണയെ അതിന് നിയോഗിച്ചു.